ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഡോക്ടർ കിഡ്സ് സ്മൈൽ ഒഫീഷ്യൽ ചാനൽ. എന്തായാലും ഇതുവരെ സബ്ബിയെ കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ എന്റെ കഴിഞ്ഞ നമ്മുടെ കോളേജിന്റെ ബ്ലോഗിന്റെ അകത്ത് കുറെ ആൾക്കാർ ചോദിച്ചത് എന്താണ് ഫീസ് സ്ട്രക്ചർ, എന്താണ് ഇവിടുത്തെ സ്കോളർഷിപ്പ്, കാശുള്ളവർ മാത്രമേ ഇവിടെ പഠിക്കാൻ പറ്റുള്ളൂ അല്ലേ എന്നൊക്കെ. കാശുള്ളവർ മാത്രമല്ല, അല്ലാതെയും ഒരുപാട് വർഗ്ഗങ്ങളോടുണ്ട്, ഫ്രീ ആയിട്ട് പഠിക്കാൻ പറ്റുന്ന വർഗ്ഗങ്ങളൊക്കെ ഉണ്ട്. എന്താന്ന് പറഞ്ഞുതരാം. അതിന്റെ മുന്നേ നമുക്ക് ആദ്യം ഒന്ന് ഇരിക്കാം. ഇതുപോലെ തന്നെ ഇതുവരെ കോളേജിന്റെ വ്ളോഗ് എന്താണ്, അല്ലെങ്കിൽ ചൈനയിൽ എങ്ങനെ അഡ്മിഷൻ എടുക്കാം, കാര്യങ്ങൾ ഇതുവരെ അറിയാത്തവർക്ക് കഴിഞ്ഞ വ്ളോഗ് പോയി നോക്കിയാൽ മതി. അതിനകത്ത് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ഇട്ടിട്ടുണ്ട്. ഫീസ് സ്ട്രക്ചർ, സ്കോളർഷിപ്പ് കാര്യങ്ങളൊക്കെ അറിയാം. ഇവിടെ ഇരുന്നിട്ട് കാണുക. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് പറയാനുള്ളത്, ചൈനീസിലാണോ ക്ലാസ് നടക്കുന്നത്? ചൈനീസിലല്ല ക്ലാസ് നടക്കുന്നത്. ക്ലാസ്സുകളെല്ലാം ഇംഗ്ലീഷിലാണ് നടക്കുന്നത്. എന്നാൽ നിങ്ങൾ ചൈനീസ് പഠിച്ചേ പറ്റുള്ളൂ. കാരണം ഇവിടുത്തെ ലോക്കൽ ലാംഗ്വേജ് ചൈനീസ് ആണ്. അപ്പൊ നമ്മൾ അവിടുത്തെ ചൈനീസ് അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് നിങ്ങൾ ഫസ്റ്റ് ഇയർ നിങ്ങൾക്ക് വരുമ്പോൾ ചൈനീസും അതേപോലെ സം ബേസിക് സബ്ജക്ട്സ് എന്ന് പറഞ്ഞാൽ കെമിസ്ട്രി, ഫിസിക്സ്, ബയോ, അങ്ങനത്തെ കുറച്ച് ബേസിക് സബ്ജക്ട്സ് മാത്രമേ നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ. ഫസ്റ്റ് ഇയർ അവർ മെയിൻ ഫോക്കസ് ചെയ്ത് ചൈനീസ് നിങ്ങളെ പഠിപ്പിച്ച് വെടിപ്പാക്കുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു HSK4 എന്നൊരു എക്സാമിനേഷൻ ഉണ്ടാവും ചൈനീസിന്റെ. അത് വലിയ പാടുള്ള എക്സാം എന്നുള്ളത് നമ്മളൊക്കെ ഭാഷയെ ഇതൊന്നും വലിയ വിഷയമുള്ള കാര്യമില്ല മക്കളെ, ആരും പാസ്സാവും, നോ ഇഷ്യൂസ്. ഓക്കെ, പിന്നെ രണ്ടാമത്തെ കാര്യം, ഇവിടെ ഹലാൽ ഫുഡ് കിട്ടുമോ, കാര്യങ്ങൾ എന്താണ്? ഹലാൽ ഫുഡ്, ഹലാൽ റെസ്റ്റോറൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. കോളേജിന് മെസ്സില്ല, ഹോസ്റ്റലിന് മെസ്സില്ല. ഒന്നല്ലെങ്കിൽ നമ്മൾ സെൽഫ് കുക്കിംഗ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ ഇവിടുത്തെ ക്യാൻറ്റീൻസ് ഉണ്ട്. ക്യാൻറ്റീനിൽ ഹലാലായിട്ടുള്ളതും കിട്ടും, ഹലാൽ അല്ലാത്ത ടൈപ്പുകൾ ഉള്ളതുകൊണ്ട് രണ്ടും വേറെ വേറെ സെപ്പറേറ്റ് ക്യാൻറ്റീൻസ് ആണ് അതിന് തന്നെ. അതുകൊണ്ട് തന്നെ ഇത് രണ്ടും കൂടി മിക്സ് ആണ് വിചാരിക്കേണ്ട. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത്, ഇനി സ്കോളർഷിപ്പ് എങ്ങനെ കിട്ടും? ഈ സ്കോളർഷിപ്പ് കിട്ടാൻ വലിയ പണിയോ കാര്യങ്ങളോ ഒന്നുമില്ല എന്ന് ഞാൻ പറയില്ല, കുറച്ചൊക്കെ പണിയുണ്ട്. ഓക്കെ, എന്ന് പറഞ്ഞാൽ നമ്മുടെ ചൈനീസ് കറൻസി അനുസരിച്ച് 39,000 RMB ആണ് നിങ്ങൾക്ക് ഒരു വർഷം കോളേജ് ഫീസ് വരുന്നത്. 39,000 RMB എന്ന് പറയുമ്പോൾ നാട്ടിലത്തെ ഏകദേശം 4,80,000 രൂപയോളായി. അപ്പോൾ ഈ 4,80,000 രൂപ എന്ന് പറയുന്നത് നമുക്കിപ്പോൾ സ്കോളർഷിപ്പ് കിട്ടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് 4,000 RMB എന്ന് പറയുമ്പോൾ ഒരു 55,000 രൂപ വരുന്നത് ഡോം ഫീസും അതേപോലെ ബാക്കിയുള്ള എമൗണ്ട് ആണ് നമുക്ക് ഇതേപോലെ കോളേജ് ഫീസ് ആയിട്ട് വരുന്നത്. ഓക്കെ, എന്ന് വെച്ചാൽ ഇപ്പൊ നമുക്ക് സ്കോളർഷിപ്പ് കിട്ടിയിട്ട് നിങ്ങൾക്ക് ക്യാഷ് റിട്ടേൺ ആവുമ്പോൾ അതിന്റെ അകത്ത് നിങ്ങൾക്ക് കിട്ടുന്നത് ആ കോളേജ് ഫീസാണ്. ഡോം ഫീസ് കിട്ടില്ല എന്ന് പറയുമ്പോൾ 55,000 രൂപ കിട്ടില്ല. അതിന്റെ പകരം നിങ്ങൾക്ക് കിട്ടുന്ന ബാക്കിയുള്ള റെസ്റ്റ് ഓഫ് ദ എമൗണ്ട് ആണ് നിങ്ങൾക്ക് സ്കോളർഷിപ്പിൽ നിങ്ങൾക്ക് കിട്ടുന്നത്. ഇവിടെ ആദ്യമായിട്ട് നിങ്ങൾ ചൈനയിലേക്ക് വരുന്ന സമയത്ത് സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങളുടെ +2 മാർക്കാണ് കാര്യമായിട്ട് ഇവർ ശ്രദ്ധിക്കുന്നത്. 80% കൂടുതലുള്ള കുട്ടികൾക്കാണ് ഇവർ സ്കോളർഷിപ്പ് അവൈലബിലിറ്റി ചെയ്യുന്നത്. അതേപോലെ തന്നെ നീറ്റിന്റെ സ്കോർ ഇവിടെ ഒരു പ്രശ്നമല്ല. നീറ്റ് സ്കോർ നിങ്ങൾ എത്ര കിട്ടിയില്ല, കാരണം അത് നിങ്ങളുടെ നാടിന്റെ എലിജിബിലിറ്റി എന്നുള്ളതാണ് ഇവരെ കണക്ക്. അതുകൊണ്ട് അത് ഇവർ കണക്കാക്കുന്നതല്ല. ഇവർ കണക്കാക്കുന്നത് +2 നിങ്ങൾക്ക് എത്ര മാർക്കുണ്ട്. 80% എബവ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കോളർഷിപ്പ് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. അതിനെ ഏറ്റവും ആദ്യം അപ്ലൈ ചെയ്ത് വെക്കണം. മാത്രമല്ല നമ്മുടെ കോളേജിന് ഇപ്പോൾ ജൂൺ 25-ാം തീയതി വരെയുള്ള അഡ്മിഷൻ ഇപ്പൊ എന്റെ അറിവിൽ അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇതിന്റെ അഡ്മിഷൻസ് ക്ലോസ് ചെയ്യുകയും ചെയ്യും. മാത്രമല്ല ഇപ്പൊ ഞാൻ വന്ന ഏജൻസിയുടെ കോൺടാക്ട് ഉണ്ട്. അവരിപ്പോൾ പുതിയതായിട്ട് റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ വന്ന ഏജൻസി ആയിരുന്നു. എനിക്ക് അതുകൊണ്ട് അത്രയും ട്രസ്റ്റഡ് ആണെന്നുള്ളതുകൊണ്ട് ഞാൻ അവരെ കോൺടാക്ട്സും ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ എന്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കാം. ഓക്കെ, സെക്കൻഡ് ഇയർ മുതൽ നിങ്ങൾക്ക് എങ്ങനെ സ്കോളർഷിപ്പ് കിട്ടും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സെക്കൻഡ് ഇയർ മുതൽ നിങ്ങൾ ഒരു ക്ലാസ്സിൽ 60 കുട്ടികളാണ്. ഈ 60 കുട്ടികളിൽ ആദ്യത്തെ 10 ടോപ്പ് റാങ്കിങ് ഉള്ള കുട്ടികൾക്ക് ആണ് സ്കോളർഷിപ്പ് അവൈൽ ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ സ്കോളർഷിപ്പ് കംപ്ലീറ്റ് സ്കോളർഷിപ്പ് കൊടുക്കുന്നത്. അതല്ലാണ്ട് മറ്റു പല സ്കോളർഷിപ്സ് ഉണ്ട്. ഫ്രഷ്മെൻ സ്കോളർഷിപ്പ്, ഇംപ്രൂവ്മെന്റ് സ്കോളർഷിപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ സ്കോളർഷിപ്സ് ഉണ്ട്. ഈ ഫ്രഷ്മെൻ സ്കോളർഷിപ്പ്, ഇംപ്രൂവ്മെന്റ് സ്കോളർഷിപ്പ് ഒക്കെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ നിങ്ങൾ സെക്കൻഡ് ഇയർ പഠിക്കുന്ന സമയത്ത് നിങ്ങളിപ്പോൾ ഒരു 15ാമത്തെ റാങ്കിലാണെന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ ഫസ്റ്റ് ഇയർ പഠിക്കുന്ന സമയത്ത്, ഫസ്റ്റ് ഇയർ നിങ്ങൾ സ്കോളർഷിപ്പിലാണല്ലോ വന്നത്. അപ്പോൾ സ്കോളർഷിപ്പിൽ വന്ന കുട്ടികളാണെങ്കിലും ആണെങ്കിലും ഇപ്പൊ ഒരു 15ാമത്തെ സ്ഥാനത്തുള്ള കുട്ടി സെക്കൻഡ് ഇയർ എത്തി ഇപ്പൊ ഒരു 10ാം സ്ഥാനത്തോട്ടോ ഇല്ലെങ്കിൽ ഒരു 7ാം സ്ഥാനത്തോട്ടോ ഒക്കെ റാങ്കിൽ കയറി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ സ്കോളർഷിപ്പ് എന്ന് പറഞ്ഞാൽ കോളേജിന്റെ കംപ്ലീറ്റ് ഫീസ്, കോളേജ് ഫീസ് നിങ്ങൾക്ക് സ്കോളർഷിപ്പ് ആയിട്ട് കിട്ടും. അത് കൂടാണ്ട് ഏകദേശം നാട്ടിലത്തെ ഒരു 50,000 രൂപയുടെ അടുത്ത് വരുന്ന ഒരു എമൗണ്ടും നിങ്ങൾക്ക് എക്സ്ട്രാ ആയിട്ട് ഈ സ്കോളർഷിപ്പിന്റെ കൂട്ടത്തിൽ തന്നെ അതും എമൗണ്ട് കിട്ടും. എക്സ്ട്രാ ഒരു എമൗണ്ട്, അതാണ് ഇംപ്രൂവ്മെന്റ് സ്കോളർഷിപ്പ്. അങ്ങനെ കുറെ ടൈപ്പ് സ്കോളർഷിപ്സും കാര്യങ്ങളും ഉണ്ട്. അല്ലാണ്ട് ചൈനയിൽ നിങ്ങൾക്ക് കാശ് ഉണ്ടെങ്കിൽ മാത്രമേ പഠിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നീയൊക്കെ കാശ് കൊടുത്ത് പഠിച്ചതല്ലേ എന്ന് പറയുന്നവരോട് പറയാനുള്ളത്, എല്ലാവരും കാശ് കൊടുത്തിട്ടല്ല പഠിക്കുന്നത്. ഇങ്ങനെയും സ്കോളർഷിപ്പും കാര്യങ്ങളും ഫ്രീ ആയിട്ട് പഠിക്കാനുള്ള ഒരുപാട് മാർഗങ്ങളുണ്ട്. എന്റെ കൂടെ പഠിക്കുന്നവർ 6 വർഷം സ്കോളർഷിപ്പ് വാങ്ങിയമാരുണ്ടേ. ഞാൻ മാത്രമുള്ള 1-2 വർഷത്തിൽ പോയത്. പക്ഷെ ബാക്കിയുള്ള കുറെ 6 വർഷം സ്കോളർഷിപ്പ് വാങ്ങിയവരൊക്കെ ഉണ്ട്. അപ്പോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ക്യാഷ് ഉണ്ടെങ്കിൽ മാത്രമല്ല ഇവിടെ പഠിക്കാൻ കഴിയുന്നത്. നിങ്ങൾക്ക് ക്യാഷ് ഇല്ലെങ്കിലും ഇതേപോലെ അത്യാവശ്യം മാർക്കുണ്ട്, കാര്യങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോളേജ് സപ്പോർട്ടീവ് ആയിട്ട് നിങ്ങൾക്ക് കംപ്ലീറ്റ് എമൗണ്ട് നിങ്ങൾക്ക് തിരിച്ച് സ്കോളർഷിപ്പ് ആയിട്ട് തന്നിട്ടാണ് അവർ നിങ്ങളെ പഠിപ്പിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഫ്രീ ആയിട്ടാണ് മറ്റു രീതിയിൽ നിങ്ങളെ പഠിപ്പിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോ ഇതിനെ പറ്റി ഇനി കൂടുതൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ വന്ന് അറിയിക്കാവുന്നതാണ്. അതിന് ഞാൻ മറുപടി തരും. എന്തായാലും കമന്റ് ബോക്സ് എന്റെ എല്ലാ വ്യൂവേഴ്സിനും കമന്റ്സ് ഞാൻ കാണാറുണ്ട്. എല്ലാവർക്കും ഞാൻ മാക്സിമം മറുപടി കൊടുക്കാറുണ്ട്. സോ നിങ്ങൾ കമന്റ് ബോക്സിൽ വന്നിട്ട് അറിയിക്കാവുന്നതാണ്. അതേപോലെ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് വിശ്വാസമുള്ള എന്നെ അല്ലെങ്കിൽ ഞാൻ ചൈനയിലോട്ട് വന്ന ഏജൻസിയുടെ
കോൺടാക്റ്റും ഞാൻ എന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾക്ക് അവരെ കയറി കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ പരിപാടി തീർന്നു. അപ്പോൾ ഓക്കെ, ബൈ. നമുക്കൊരു ലൈക്ക് കൊടുത്തിട്ട് ഫോളോ ബട്ടൺ